നമസ്കാരം. ശബരിമലയിലെ സ്വർണം വരെ അനധികൃതമായി കൈവശപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അഴിമതികൾ ഇപ്പോൾ വലിയൊരു നിയമ രാഷ്ട്രീയ യുദ്ധമായി മാറിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഊരിമാറ്റി വിറ്റഴിച്ചതിന് പിന്നിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും വിട്ടുവീഴ്ചയില്ലാതെ വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കടകംപള്ളി നൽകിയ ഹർജി ഇപ്പോൾ തിരുവനന്തപുരം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തനിക്കെതിരെ വി.ഡി. സതീശൻ നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയിൽ ഫയൽ ചെയ്ത മാനനഷ്ട ഹർജിക്കാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. തന്റെ ആരോപണങ്ങളിൽ ഉറച്ചുനിന്ന വി.ഡി. സതീശൻ ശബരിമല സ്വത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൊള്ള നടന്നത് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന 16-21 കാലഘട്ടത്തിലാണെന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് കോടതിയിൽ ശക്തമായ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഇതോടെ വാദമുഖങ്ങൾ പൂർണ്ണമായും പൊളിഞ്ഞ് കടകംപള്ളിയുടെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി നേരിട്ടതോടെ വിഷയം മൂടിവെക്കാൻ കടകംപള്ളി സുരേന്ദ്രന്റെ അഭിഭാഷകൻ രാജഗോപാൽ രാവിലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു. കോടതി റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വരുത്തി തീർക്കാനുള്ള ആ പോസ്റ്റ് കടകംപള്ളി റീപോസ്റ്റ് ചെയ്യുകയും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവ് നൽകാൻ വി.ഡി. സതീശനെ ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഫേസ്ബുക്ക് വെല്ലുവിളി കണ്ട് ഒളിച്ചോടാൻ വി.ഡി. സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെ കിട്ടില്ല എന്ന് കടകംപള്ളി ഓർക്കണമായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തതയോടെയാണ് വി.ഡി. സതീശൻ ഇതിന് മറുപടി നൽകിയിരുന്നത്. കടകംപള്ളി സുരേന്ദ്രനെതിരായ സകല തെളിവുകളും ഫേസ്ബുക്കിലല്ല, കൃത്യമായി കോടതിയിലാണ് ഹാജരാക്കാൻ പോകുന്നതെന്ന് സതീശൻ തുറന്നടിച്ചു. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്നും ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഊരിമാറ്റി ആർക്കാണ് കൊടുത്തതെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്ന് ദേവസ്വം ബോർഡിൽ സ്വന്തം പാർട്ടിക്കാരെ തിരികെ കയറ്റി അവർ ചെയ്ത സകല കൊള്ളകളും അന്നത്തെ മന്ത്രിയായ കടകംപള്ളി അറിയാതിരിക്കില്ലെന്ന് സാധാരണക്കാരന് പോലും ബോധ്യമുള്ള കാര്യമാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ വി.ഡി. സതീശൻ ഉയർത്തിയ മറ്റൊരു അതീവ ഗൗരവമേറിയ ആരോപണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെ പ്രതികൂട്ടിലാക്കുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി ചോദ്യം ചെയ്യാൻ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശൻ വെളിപ്പെടുത്തിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ഇത് ദോഷകരമായി ബാധിക്കാതിരിക്കാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മനഃപൂർവ്വം ഈ ചോദ്യം ചെയ്യലും അന്വേഷണവും വൈകിപ്പിക്കുകയായിരുന്നു. ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം കേസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും സ്വന്തം നേതാക്കൾ കുടുങ്ങുമെന്ന് കണ്ടപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ഭീഷണിപ്പെടുത്തി കേസ് ഒതുക്കി തീർക്കാൻ നോക്കുകയും ചെയ്ത പിണറായി വിജയന്റെ ആ ഒരു പഴയ ഇരട്ടത്താപ്പാണ് വി.ഡി. സതീശൻ ഇപ്പോൾ കൃത്യമായ തെളിവുകളോടെ കോടതിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണ്ണത്തിൽ വരെ അഴിമതി നടത്തിയിട്ട് അതിൽ ചോദ്യം ചെയ്ത വി.ഡി. സതീശനെതിരെ കോടികളുടെ മാനനഷ്ട കേസ് കൊടുത്ത് ഭയപ്പെടുത്താമെന്ന് കടകംപള്ളി വിചാരിച്ചിരുന്നെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നിയമത്തിന് മുന്നിൽ സകല കൊള്ളയും തെളിയാൻ പോവുകയാണ്. അന്ന് വിശ്വാസികളെ തെരുവിൽ തല്ലിച്ചതച്ചവർ പിന്നീട് അവിടുത്തെ സ്വർണവും പണവും വരെ കൊള്ളയടിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തു എന്നത് ഈ നാടിന് തന്നെ വലിയ നാണക്കേടാണ്. ഈ കൊള്ളയെ സഭയ്ക്കകത്തും പുറത്തും നെഞ്ചു വിരിച്ച് നേരിട്ട വി.ഡി. സതീശൻ ഉയർത്തിയത് കോടിക്കണക്കിന് ഭക്തരുടെ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമ പോരാട്ടത്തിൽ വി.ഡി. സതീശന് കേരള ജനതയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട്. കോടതിയിൽ ഈ കേസിന്റെ സകല ഡിജിറ്റൽ തെളിവുകളും സാക്ഷ്യപത്രങ്ങളും ഹാജരാക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനും കൂട്ടുപ്രതികൾക്കും മറുപടി ഇല്ലാതാകും. ഭരണം മാറിയ പുതിയ സാഹചര്യത്തിൽ ഇത്തരം അഴിമതി വീരന്മാർക്ക് ഒളിച്ചിരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസും ഇനി തികയില്ല. തനിക്കെതിരെയുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണങ്ങൾ പിൻവലിക്കണമെന്ന മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഹർജി തിരുവനന്തപുരം സബ് കോടതി തള്ളിക്കളഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉയർത്തിയ സത്യസന്ധമായ നിലപാടുകൾക്കുള്ള വമ്പൻ വിജയമാണ്. തെളിവ് ചോദിച്ചു വന്ന കടകംപള്ളിക്ക് സകല അഴിമതി തെളിവുകളും കോടതിയിൽ ഹാജരാക്കി പൂട്ടുമെന്നായിരുന്നു വി.ഡി. സതീശന്റെ നിലപാട്.